കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വചനം വായിക്കട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവവചന സത്യത്തിന്റെ വെളിച്ചത്തിൽ നാം നടക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ രക്തം നമ്മെ എപ്പോഴും കഴുകപ്പെട്ടവരും കറയില്ലാത്തവരും വിശുദ്ധരുമായി സൂക്ഷിക്കുവാൻ അത്യന്തം ശക്തിയുള്ളതാണ്. കൽക്കരി ഖനിയുടെ സമീപത്തു വളർന്ന ഒരു ചെടിയിലെ വെളുത്ത പുഷ്പത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു കഥയുണ്ട്. ഖനിയിൽ ജോലി ചെയ്യുന്നവരും അതിനു ചുറ്റും വളർന്ന ചെടികളും കൽക്കരിയുടെ പൊടിയാൽ മൂടപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ ശുദ്ധമായ കറയില്ലാത്ത വെളുത്ത പുഷ്പങ്ങളുള്ള ഒരു ചെടിയുണ്ടായിരുന്നു. ഖനി സന്ദർശിക്കുവാൻ വന്ന ഒരു വ്യക്തി ഇത് കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒരു പിടി കൽക്കരിപ്പൊടി എടുത്ത് ആ പുഷ്പത്തിന്മേൽ വിതറി. എന്തൊരത്ഭുതം! ആ കൽക്കരിപ്പൊടി പുഷ്പത്തിന്മേൽ പറ്റാതെ ഉരുണ്ട് താഴെ വീണു. ആ പുഷ്പമാകട്ടെ ശുദ്ധ വെണ്മയായി കാണപ്പെട്ടു. ആ പുഷ്പം അങ്ങനെ വെണ്മയുള്ളതായിരിക്കുവാനുള്ള കാരണം എന്തെന്നറിയുവാൻ ആ സന്ദർശകൻ അതിന്റെ ഇതളുകൾ തൊട്ടു നോക്കിയപ്പോൾ അതിന്റെ രഹസ്യം മനസ്സിലായി. പ്രകൃതിയായുള്ള ഒരു തരം ഇനാമൽ ആ ഇതളുകളിൽ ഉണ്ടായിരുന്നതിനാലാണ് പൊടിപടലങ്ങളോ കരിയോ അതിൽ പറ്റാതെ സൂക്ഷിക്കപ്പെട്ടത്. പ്രിയ ദൈവമേ, സകല അശുദ്ധിയും നിറഞ്ഞ സ്ഥലത്ത് ആ പുഷ്പത്തെ ശുദ്ധ വെണ്മയായി സൂക്ഷിക്കത്തക്ക വിധം സൃഷ്ടിക്കുവാൻ ദൈവം ശക്തനെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ നമ്മോടും അവൻ അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ലേ? ആ പുഷ്പത്തിന്റെ ഇതളുകളിന്മേൽ ഉണ്ടായിരുന്ന ഇനാമൽ പോലെ കർത്താവായ യേശുവിന്റെ വിലയേറിയ രക്തം അവന്റെ രഹസ്യ വരവിൽ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നമ്മെയും കറയും കളങ്കവും ഇല്ലാത്തവരായി വിശുദ്ധരായി സൂക്ഷിക്കും. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് അനേക ദൈവമക്കളും പാടുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ രക്തത്തിന്റെ മഹത്വവും അത്യന്ത ശക്തിയും വളരെ കുറച്ചു പേർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചിന്ത ഇവിടെ നിർത്തട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നല്ല ചിന്തകളാൽ ഞങ്ങളുടെ ഹൃദയം നിറയുവാൻ തക്കവണ്ണം കർത്താവ് തന്ന നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പൊന്നുകരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ച് വഴി നടത്തണമേ. ചെറുതും വലുതുമായി ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് മതിയായവനായി, ഞങ്ങളെ സഹായിപ്പാൻ മതിയായവനായി, ശക്തീകരിപ്പാൻ മതിയായവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശുവിന്റെ രക്തത്തിന്റെ സൂക്ഷിപ്പിൻ ശക്തിയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവേ, ഞങ്ങളും എല്ലാവിധമായ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന്, പൊടിപടലങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ എപ്പോഴും ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അടിയങ്ങളെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.